ഡിവൈൻ ബാങ്ക്വറ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. അല്പനേരം ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് ദൈവകരങ്ങളിലായിരിക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന് വിശ്വാസിയുടെ ജീവിതത്തിലുള്ള സാധ്യതകളെക്കുറിച്ച് ഒക്കെ ആയിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും നാം കഴിഞ്ഞ ദൈവവചന ചിന്തയിൽ പിശാചിൻ്റെ മേലുള്ളൊരു വിശ്വാസിയുടെ അധികാരത്തെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി തീർന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് കൈവരുന്ന അനുഗ്രഹം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനം പറയുന്ന ചില ഭാഗങ്ങൾ നാം ചിന്തിക്കും. ഗലാത്യ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നുണ്ട്: അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം വന്ന ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ എന്നൊരു ദൈവവചന ഭാഗമുണ്ട്. നിങ്ങൾ ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ അബ്രഹാമിനെക്കുറിച്ചും അബ്രഹാമി വിശ്വാസത്തെക്കുറിച്ചും അവിടെ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നുണ്ട്. റോമാലേഖനം 4-ാം അധ്യായത്തിലും ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലും ഒക്കെ അബ്രഹാമി അനുഗ്രഹത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുകയാണ്. ഈ കർത്താവായ യേശുക്രിസ്തു അറിയപ്പെട്ടിരുന്നത് 3 പേരുകളിലാണ് ദൈവവചനത്തിൽ. അതിലൊന്ന് കർത്താവ് സ്ത്രീയുടെ സന്തതിയാണ്. 2 കർത്താവ് ദാവീദിൻ്റെ സന്തതിയാണ്. 3 ക്രിസ്തു അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഈ അബ്രഹാമി സന്തതി എന്ന് കർത്താവിനെ ഓർപ്പിക്കുന്നത് അഥവാ വിവക്ഷിക്കുന്നത് ലോകത്തിൻ്റെ മുഴുവനും അവകാശിയാകും എന്നുള്ളതിനോടുള്ള ബന്ധത്തിലാണ്. ദാവീദിൻ്റെ സന്തതി എന്ന് ഓർപ്പിക്കപ്പെടുന്നത് സഹസ്രാബ്ദ വാഴ്ചയിൽ കർത്താവായ യേശുക്രിസ്തു ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കും. അന്ന് യെരൂശലേം തലസ്ഥാനമാക്കി സകല ഭൂമിയും ഭരിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ രാജത്വത്തോടുള്ള ബന്ധത്തിലാണ്. സ്ത്രീയുടെ സന്തതി എന്ന് കർത്താവിനെ ഓർപ്പിക്കുന്നത് പൈശാചികമായ സകല അധികാരത്തെയും മനുഷ്യനിൽ നിന്ന് നീക്കിക്കളഞ്ഞ് പിശാചിനെ തോൽപ്പിച്ച് ദൈവിക വ്യവസ്ഥയെ മടക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഈ 3 നിലകളിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പരാമർശിക്കുന്നു, വിശേഷിപ്പിക്കുന്നു. ഇവിടെ ഗലാത്യ ലേഖനത്തിൽ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള നിലയിലാണ് കർത്താവിനെ വിവക്ഷിക്കുന്നത്. ഗലാത്യ ലേഖനം 2-3 അധ്യായം നാം പഠിച്ചു വരുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തു അബ്രഹാമിൻ്റെ സന്തതി എന്നാണ് വിളിക്കപ്പെടുന്നത്. എന്നാൽ 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചു. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം പറയുന്നത് തന്നെ അബ്രഹാമി വിശ്വാസത്തെക്കുറിച്ചാണ്. അപ്പോൾ അബ്രഹാമി വിശ്വാസം അത് നിമിത്തം അബ്രഹാമിൽ വെളിപ്പെട്ട അനുഗ്രഹങ്ങൾ വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞ് താഴേക്ക് വരുന്ന അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്: അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് റോമാലേഖനം പറയുന്നു. അതവന് നീതിയായി കണക്കിട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അവനെക്കുറിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി പറഞ്ഞാൽ, അബ്രഹാം വിശ്വസിച്ചു, ദൈവം അവനെ നീതീകരിച്ചു, അവൻ അനുഗ്രഹിക്കപ്പെട്ടു. അതേ അബ്രഹാമി വിശ്വാസമുള്ളവരാണ് നാം. പ്രൈസ് ഗോഡ്. അപ്പോൾ അബ്രഹാമിന് 2 തരത്തിലുള്ള മക്കളാണ്. ഒന്ന് ജഡപ്രകാരമുള്ള മക്കൾ, 2 ആത്മീക സന്തതികൾ. ഈ ജഡപ്രകാരമുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ രക്തത്തിൽ നിന്ന് വെളിപ്പെട്ട യഹൂദന്മാരതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ആത്മീക സന്തതികളുടെ പ്രത്യേകത, അവർ അബ്രഹാമിൻ്റെ ജീനിൽ നിന്ന് വെളിപ്പെട്ടവരല്ല, മറിച്ച് അബ്രഹാമി വിശ്വാസം അവരുടെ മേലുണ്ട്. അപ്പൊ ബൈബിള് നമ്മോട് പറയുകയാണ്, അബ്രഹാമിനുള്ള അതേ വിശ്വാസം നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ്. ബൈബിൾ നമ്മെ എൻകറേജ് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അബ്രഹാമിൻ്റെ അത്രയും വിശ്വാസമുണ്ട്. പ്രൈസ് ഗോഡ്.
ഇപ്പൊ റോമാലേഖനം 4-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകും, ഒന്നുകിൽ നമ്മൾ ജഡപ്രകാരം അബ്രഹാമിന്റെ സന്തതിയായിരിക്കണം, എങ്കിലേ അനുഗ്രഹം പ്രാപിക്കൂ, ഒരു യഹൂദനായിരിക്കണം. അല്ലെങ്കിൽ അബ്രഹാമിനുള്ള അതേ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അപ്പൊ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ ഒരുവൻ അബ്രഹാമിന്റെ സന്തതിയായിരിക്കാൻ കഴിയത്തില്ല. കാരണം അബ്രഹാമിന്റെ സന്തതിക്ക് മാത്രമേ ദൈവം അനുഗ്രഹം വെച്ചിട്ടുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒന്നുകിൽ യഹൂദനായിരിക്കണം, പരിച്ഛേദന ഏൽക്കണം, ന്യായപ്രമാണം ആചരിക്കണം, അല്ലെങ്കിൽ അബ്രഹാമി വിശ്വാസം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയപ്പെടുന്നത്. ഗലാത്യലേഖനം 3-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരും ഇപ്രകാരം പറയുന്നു, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. വീണ്ടും അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് വിശ്വാസിയായ അബ്രഹാമിനോടൊപ്പം വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടുന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ വിശ്വാസികൾ അബ്രഹാമിനോടൊപ്പം അനുഗ്രഹിക്കപ്പെടുന്നവരാണ്. ഈ അനുഗ്രഹം എന്നൊരു പദമുണ്ടല്ലോ, ബ്ലെസ്സിങ്സ്. ബ്ലെസ്സിങ് എന്നുള്ള പദം യൂലോഗിയ എന്നൊരു പദമാണ് ഗ്രീക്കിൽ പറയുന്നത്. യൂലോഗിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എല്ലാത്തിലും വർധനവെന്ന്. എല്ലാത്തിലും വർധനവ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ദൈവഭക്തൻ അവൻ ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ അവൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ദൈവം വർധനവുകളുടെ ദൈവമാണ്. ആമേൻ. അത് ഇനിയും ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, നന്നായി ശുശ്രൂഷിച്ചിട്ടുള്ളവർ നല്ല നിലയും മാന്യതയും കൈവരിക്കും. 1-ാം സങ്കീർത്തനം തന്നെ നിങ്ങൾ കണ്ടോ, കെതൂബിയും അഥവാ പാട്ടുകൾ പഴയ നിയമത്തിലുണ്ട്. അതിൽ 1-ാമത്തെ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. ഒരു ദൈവഭക്തൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. പ്രൈസ് ഗോഡ്. അവൻ്റെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹം ഉണ്ടാകും. അവൻ നടുന്നതെല്ലാം ഫലം കായ്ക്കും. പ്രൈസ് ഗോഡ്. അപ്പം നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് നാം ഫലപ്രാപ്തിയിലെത്തുവാനാണ്, നാം അനുഗ്രഹിക്കപ്പെടുവാനാണ്. അനുഗ്രഹം എന്താണെന്നുള്ള വിവക്ഷ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. ആമേൻ. ഒരു എൻറ്റയർ ഇസ്രായേലിനെ മുഴുവൻ നിർത്തിയിട്ട് അവരോട് അനുഗ്രഹം എന്താണെന്ന് ദൈവം പറയുകയാണ്. അതിന് 16-ാമത്തെ വാക്യം മുതൽ ശാപം എന്താണെന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ ഈ ബൈബിള് പറയുന്ന അനുഗ്രഹത്തിന്റെ വിവക്ഷ, അതിലൊരു വർധനവുണ്ട്. നമ്മളെല്ലാം വർധനവിനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെല്ലാം സമൃദ്ധിക്കായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മെപ്പോലുള്ളവർക്ക് അത് ലഭിക്കുമെന്ന് നാം വിശ്വസിക്കാത്തവരാണ്. പക്ഷേ ഈ ബൈബിൾ പറയുന്ന അനുസരിച്ച് നാം എന്താണെന്ന്, അല്ലെ നാം ക്രിസ്തുവിൽ എന്താണെന്ന് നാം തിരിച്ചറിയുന്നില്ലെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെടുകയില്ല. അപ്പം നാം അനുഗ്രഹിക്കപ്പെടാനുള്ള 1-ാമത്തെ വഴി, നാം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. പത്രോസ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതെ, വർധനവുകൾ അനുഭവിക്കുവാൻ, സമൃദ്ധി അനുഭവിക്കുവാൻ ഒക്കെ വിളിക്കപ്പെട്ടവരാണ്. കഷ്ടം അനുഭവിക്കുന്നത് മാത്രമല്ല, സമൃദ്ധിയും അനുഭവിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ്. താഴ്ചകൾ മാത്രം അനുഭവിക്കാനല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ഉയർച്ചകളും അനുഭവിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്. ആവർത്തന പുസ്തകത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ താഴ്ത്തി, ഞാൻ നിന്നെ പരീക്ഷിച്ചു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ നിന്നെ താഴ്ത്തി, ഞാൻ നിന്നെ പരീക്ഷിച്ചു, ഞാൻ നിന്നെ വിശപ്പിച്ചു. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെ താഴ്ത്തി പരീക്ഷിച്ച് വിശപ്പിച്ച് അവൻ മരിച്ചു പോയെന്നല്ല പറയുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പിന്നത്തേതിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത, നിന്റെ പിതാക്കന്മാർ രുചിക്കാത്ത മന്ന നിന്നെ ഞാൻ രുചിപ്പിച്ചു. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ തിരുവചനം അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനാലുള്ള അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. ആ യൂലോഗിയ, ആ അനുഗ്രഹം നമ്മൾ വായിച്ച ദൈവത്തിന്റെ ഭാഗത്ത് ഗലാത്യലേഖനം 3:14 ഇപ്രകാരം പറയുന്നു, അബ്രഹാമിലൂടെ, അല്ലെങ്കിൽ അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് അഥവാ നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെടുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജാതികൾ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടുമെന്നും അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹത്തിൽ ഉൾപ്പെടുമെന്നും ഉള്ളതിന്റെ ഏക തെളിവാണ് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഓരോ വ്യക്തിയോടും
ഗലാത്യ ലേഖനം 3-ാം അധ്യായം വിളിച്ചു പറയുന്നു, നിങ്ങൾ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടും. ഇതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3:9 പറയുന്നത്, വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടൊപ്പം അനുഗ്രഹിക്കപ്പെടുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കാറുണ്ടോ, അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ അബ്രഹാമിന്റെ അനുഗ്രഹം എന്തായിരുന്നെന്ന്? അത് കേവലം ആത്മീക അനുഗ്രഹം മാത്രമല്ലായിരുന്നു. അതിൽ ഭൗതിക അനുഗ്രഹം ഉണ്ടായിരുന്നു, അതിൽ പരിരക്ഷയുണ്ടായിരുന്നു, അതിൽ ദൈവിക വാഗ്ദത്തങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. നാം റോമലേഖനം 4:13 പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ലോക അവകാശിയാകുമെന്നുള്ള അനുഗ്രഹം അഥവാ ലോക അവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും ലഭിച്ചു. ആമേൻ. ലോകത്തിൻ്റെ അവകാശം തന്നെ അബ്രഹാമിന് ദൈവം തീരെഴുതി കൊടുക്കുകയാണ്. ആ അബ്രഹാമിയ അനുഗ്രഹം ഇനി ഫുൾഫില്ലാകുന്നത് സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്താണ്. അത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ശേഷമായിട്ട്, സഭയെടുക്കപ്പെട്ടതിന് ശേഷം, വീണ്ടുമുള്ള 7 വർഷത്തെ മഹോപദ്രവത്തിന് ശേഷമായിട്ട് വെളിപ്പെടുന്നൊരു മില്ലേനിയമാണ്, സഹസ്രാബ്ദ വാഴ്ച. ആ സമയത്ത് അബ്രഹാമി സന്തതികൾക്ക് ദൈവം ഭൂമിയെ പകുത്തു കൊടുക്കും. പ്രൈസ് ഗോഡ്. അതിനെക്കുറിച്ച് നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ പഠിക്കുന്നുണ്ട്. ഇനി ആ സഹസ്രാബ്ദ കാലം അതിന് ശേഷമുള്ള പുതുവാന ഭൂമിയിലും ഈ അനുഗ്രഹത്തിൻ്റെ തുടർമാനമായ, അല്ലെങ്കിൽ ഈ അനുഗ്രഹം തുടർമാനമായി നമ്മുടെ മേൽ വെളിപ്പെടുകയാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ തിരുവചനത്തിനകത്ത് നിങ്ങൾ നോക്കുക. ഇനിയും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവവചന ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി പഴയ നിയമവും പുതിയ നിയമവും തരം തിരിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹം എന്നാൽ എന്താണ് ദൈവവചനത്തിൽ വിവക്ഷിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നാം ഈ നിലയിൽ തുടരേണ്ടവരല്ല, നാം നാളുകൾക്ക് മുമ്പേ ഉയർച്ച പ്രാപിക്കേണ്ടവരാണ്. നിങ്ങൾ കണ്ടോ, ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ എവിടെയെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായോ ആ ഭക്തന്മാർ ആത്മീകമായി വർദ്ധിച്ചു, ആരോഗ്യപരമായി വർദ്ധിച്ചു, സാമ്പത്തികമായി വർദ്ധിച്ചു, അവരെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ബൈബിളിൽ ഭക്തന്മാരുടെ ചരിത്രം മുഴുവൻ നിങ്ങൾ നോക്കുക. ഇവിടെയെല്ലാം ഭക്തന്മാരെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറവാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് നിങ്ങളെ വിളിച്ചത് അനുഗ്രഹിക്കുവാനാണ്. പ്രൈസ് ഗോഡ്. സുവിശേഷ നിമിത്തം നാം കഷ്ടം അനുഭവിക്കുകയും ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുമ്പോൾ തന്നെ മറ്റെല്ലാ വിധത്തിലും നാം അനുഗ്രഹിക്കപ്പെടുവാനും നാം അനേകരെ അനുഗ്രഹിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ അനുഗ്രഹം എന്നുള്ള വാക്കിനെ തെറ്റായി വിവക്ഷിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. മറ്റുള്ളവരെക്കാൾ എന്നെ ഉയർത്തുന്നതല്ല അനുഗ്രഹം. ബൈബിൾ അങ്ങനെ പറയുന്നില്ല. മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക, എന്നെ അങ്ങനെ അവരുടെ ഒരു നല്ല ഗൃഹവിചാരകനാക്കുക. ആമേൻ. ഇതിൻ്റെ പേരാണ് ഈ അനുഗ്രഹം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ഗോഡ്. ദൈവം ജോസഫിനെ അനുഗ്രഹിച്ചു. ദൈവം ജോസഫിനെ അനുഗ്രഹിച്ചത് ജോസഫ് എന്നൊരു വ്യക്തിയെ സഹോദരന്മാരുടെ മുമ്പിൽ മാനിക്കാനൊന്നുമല്ല, മറിച്ച് ആ സഹോദരന്മാർക്ക് വേണ്ടി ജോസഫിനെ ദൈവം മിസ്രൈമിലേക്ക് മുമ്പേ അയച്ചു. അവിടെ ജോസഫിൻ്റെ മാന്യത പൂർത്തീകരിക്കപ്പെടുന്നത് അവൻ സഹോദരന്മാരെക്കാൾ വലിയവനാകുന്നതിലൂടെയല്ല, അവൻ സഹോദരന്മാർക്ക് തനിക്കുള്ളത് വീതിച്ചു കൊടുക്കുന്നതിലൂടെയാണ്. നാം അനുഗ്രഹിക്കപ്പെട്ടെന്ന് തെളിയിക്കപ്പെടുന്നത് മറ്റുള്ളവരെക്കാൾ നാം വലിപ്പമുള്ളവരാകുന്നത് കൊണ്ടല്ല, മറ്റുള്ളവർക്കില്ലാത്തതും നമ്മുടെ കരത്തിൽ ദൈവം നൽകുന്നതുമായ ദൈവീക നന്മകളെ മറ്റുള്ളവർക്ക് കൂടി വീതിച്ചു കൊടുത്ത് അവരെ തൃപ്തരാക്കുമ്പോഴാണ് നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നത് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുക. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ വിധത്തിൽ നമ്മെ അനുഗ്രഹിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ മത്തായിയുടെ സുവിശേഷം 5, 6 അധ്യായങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 7 ഒക്കെ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഗിരിപ്രഭാഷണത്തോടുള്ള ബന്ധത്തിൽ അനുഗ്രഹത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. മറ്റൊരു മനുഷ്യനേക്കാൾ എന്നെ മാനിക്കാമെന്നോ മറ്റൊരു മനുഷ്യനേക്കാൾ എന്നെ ഉയർത്താമെന്നോ ദൈവം പറഞ്ഞിട്ടില്ല.
പ്രൈസ് ഗോഡ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ നല്ലൊരു ഗൃഹവിചാരകനാക്കാം എന്ന് ദൈവം ഓർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇതാണ്. ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞു, അത്യല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് ഉടമസ്ഥനാക്കുമെന്നല്ല, അധികത്തിന് കാര്യവിചാരകനാക്കും. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി പറഞ്ഞാൽ, ചെറിയ കാര്യങ്ങളിൽ ഒരു വിശ്വസ്തനാകുമ്പോൾ അവനെ വലിയ ചുമതലകളേൽപ്പിക്കും. ഇതാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിലാണ് നമ്മെ ദൈവ അനുഗ്രഹത്തിനായി വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമുക്ക് ഇനിയും ആ വാക്യത്തിലേക്ക് വരാം. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം ഗലാത്യലേഖനം 3:7 പറയുന്നു, അമ്മ വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കളെന്നറിയുവീൻ. ഗലാത്യലേഖനം 3:7 വിശ്വാസികൾ അബ്രഹാമിൻ്റെ മക്കളാണ്. നമ്മൾ അബ്രഹാമിൻ്റെ മക്കളാണ്. അതെന്താ അവിടെ അങ്ങനെ പറയുന്നത്? ഏതൊരു പുരുഷനും അവൻ അനുഗ്രഹിക്കപ്പെട്ടെന്ന് തെളിയുന്നത് അവൻ്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാകുമ്പോഴാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഒരു ഭക്തന്റെ ജീവിതത്തിലെ അനുഗ്രഹം അവൻ്റെ മക്കളുടെ നന്മയുമായി ബന്ധപ്പെട്ടായിരിക്കുന്നു. അവൻ്റെ മക്കൾ ഉയർച്ച പ്രാപിക്കുമ്പോഴാണ് ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് ദേശം പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, അബ്രഹാം എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് നമ്മെ കാണുമ്പോഴാണ് ലോകം അറിയേണ്ടത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഗലാത്യലേഖനം 3:6 പറയുന്ന, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നൊക്കെ എഴുതപ്പെട്ടിട്ട് അതിൻ്റെ 7 പറയുന്നു, അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കളെന്ന് അറിയുവീൻ. അറിയുവീൻ. ഈ അറിയുവിൻ എന്നുള്ള പദം പറയുന്നത് എന്താണെന്നറിയോ? പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ അറിയുകയില്ല, നമ്മളത് പഠിക്കാൻ താല്പര്യപ്പെടുന്നതുമില്ല. ഇനി ദൈവവചനം എത്രത്തോളം ഗ്രഹിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ മനഃപ്പാഠമാക്കിയാലും അതിലെ അർത്ഥതലങ്ങൾ, അതിലെ വെളിപ്പാടുകൾ നാം സ്വായത്തമാക്കിയില്ലെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടുകയില്ല. പ്രൈസ് ഗോഡ്. ഇവിടെ അതുകൊണ്ട് 7 ഗലാത്യലേഖനം 3 വിശ്വാസികളത്രേ അബ്രഹാമിൻ്റെ മക്കളെന്നറിയുവീൻ. ഏത് അബ്രഹാമിനെ കുറിച്ചായി പറയുന്നത്? ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച അബ്രഹാം. പ്രൈസ് ഗോഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. അപ്പൊ എല്ലായിടത്തും അനുഗ്രഹത്തിന്റെ വാഗ്ദത്തം ചുമക്കുന്ന അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഈ വിശ്വാസികൾ നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഇവർ നിന്റെ മക്കളാകൊണ്ട് ഇവരെ അനുഗ്രഹിച്ച് ഞാൻ നിന്നോടുള്ള വിശ്വസ്തത തെളിയിക്കാൻ പോകുകയാണ്. അപ്പോൾ ഓരോ വിശ്വാസിയും, പരിശുദ്ധാത്മ പകർച്ച പ്രാപിച്ച ഓരോ വിശ്വാസിയും, ആത്മനിറവ് പ്രാപിച്ച ഓരോ ദൈവ പൈതലും അനുഗ്രഹിക്കപ്പെടുമ്പോൾ അത് ആ ദൈവ പൈതലിനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയല്ല, മറിച്ച് അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഇതാണ് ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്. ഇനി നമ്മൾ മുമ്പ് വായിച്ച വാക്യത്തിൽ ഇപ്രകാരം കണ്ടോ? ഗലാത്യലേഖനം 3:9 എന്താ പറയുന്നതെന്ന്? അവിടെ ഇങ്ങനെയാ പറയുന്നത്, അതുകൊണ്ട് വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടൊപ്പം അനുഗ്രഹിക്കപ്പെടുന്നു. അവിടെ അബ്രഹാമിനെ വിശ്വാസി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് ഫെയ്ത്ത്ഫുൾ എന്നാണ്, വിശ്വസ്തൻ എന്നാണ്. മലയാളത്തിൽ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടൊപ്പം അനുഗ്രഹിക്കപ്പെടുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ നമ്മെയാണ് അനുഗ്രഹിച്ചത്. ഇതാണ് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇതെത്ര വളരെ മനോഹരമായൊരു ചിന്തയാണ്. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹത്തിൽ നമ്മൾ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത്. അപ്പോൾ അബ്രഹാമി അനുഗ്രഹത്തിൻ്റെ ഒരു പങ്ക് നാം അനുഭവിക്കേണ്ടവരാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. എന്നിട്ടാണ് ഗലാത്യലേഖനം 3:14 പറയുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? അബ്രഹാം എന്ന് പറയുന്ന കൽദയൻ പിന്നത്തേതിൽ അദ്ദേഹം എബ്രായൻ എന്ന് വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മക്കൾ പിന്നത്തേൽ യഹൂദൻ എന്ന് വിളിക്കപ്പെട്ടു. ദൈവം ഒരിക്കലും ആ ജനത്തെ യഹൂദൻ എന്ന് വിളിച്ചില്ല, അവരെ തന്നെ വിളിച്ചതാണ് യഹൂദരെന്ന്. നമ്മളെപ്പോലെ ദൈവം ഒരിക്കലും നമ്മളെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചില്ല. അന്ത്യോക്യയിൽ വെച്ച് ജാതികൾ നമ്മളെ കളിയാക്കിയിട്ട പേരാണ്, പരിഹസിച്ചിട്ട പേരാണ് ക്രിസ്ത്യാനികൾ. നമ്മളതൊരു പദവിയായിട്ടെടുത്തു.
പ്രൈസ് ഗോഡ്. ഇതുപോലെ അബ്രഹാം എന്ന് പറയുന്ന ഒരു എബ്രായൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കടൽ കടന്ന്, അല്ലെങ്കിൽ നദി കടന്ന് അക്കരെ കടന്നവൻ, നദിയെ കുറുകെ കടന്നവൻ എന്നാണ്. പ്രൈസ് ഗോഡ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയൊക്കെ കടന്ന് അദ്ദേഹം വിശ്വാസത്താൽ യാത്ര ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ എബ്രായൻ എന്നാണ് വിളിക്കുന്നത്. ഈ എബ്രായനായ അബ്രഹാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ ദൈവം അവനോട് പറയുന്നു, നിന്റെ അനുഗ്രഹം സകല ഭൂമിയിൽ ഞാൻ എത്തിക്കും എന്ന് പറഞ്ഞാൽ, ഭൂമിയിൽ അബ്രഹാമിൻ്റെ മക്കളല്ലാതെ മറ്റാരും അനുഗ്രഹിക്കപ്പെട്ടവരില്ല. സകലരും അബ്രഹാമിൻ്റെ മക്കളാണ്. ഇതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അബ്രഹാമിനെ കുറിച്ച്. അപ്പോൾ ഗലാത്യർ 3:14 നമ്മോട് പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്, ജാതികളായ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഏത് പരിശുദ്ധാത്മാവ്? യേശുക്രിസ്തുവിൽ ആവസിച്ച അതേ പരിശുദ്ധാത്മാവ് എന്നിൽ വ്യാപരിക്കുമ്പോൾ ഞാൻ അബ്രഹാമിൻ്റെ സന്തതിയായി തീർന്ന് അനുഗ്രഹിക്കപ്പെടുന്നു. പ്രൈസ് ഗോഡ്. അപ്പം ഞാൻ ആ വാക്യം വായിച്ച് നമുക്ക് ഇന്ന് ഈ ദൂതിനെ ക്രോഡീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗോഡ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. ഈ ദൈവത്തിൻ്റെ ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പിതാവായ അബ്രഹാമിനെ ദൈവം എത്രത്തോളം സ്നേഹിച്ചു, പിതാവായ അബ്രഹാമിനോട് ദൈവത്തിന് എത്രത്തോളം കൺസേൺ ഉണ്ട്. ഇതെല്ലാം ദൈവം ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മിലൂടെയാണ്. നമ്മെ അനുഗ്രഹിക്കുന്നതിലൂടെ, ഉയർത്തുന്നതിലൂടെ, മാനിക്കുന്നതിലൂടെ അബ്രഹാമിനെ എത്രത്തോളം അനുഗ്രഹിക്കുന്നെന്നും അബ്രഹാമിനോടുള്ള ദൈവിക വാഗ്ദത്തത്തിൽ എത്രത്തോളം ദൈവം വിശ്വസ്തനാണെന്നും ദൈവം തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് ഈ ഗലാത്യ ലേഖനം നമ്മോട് ഓർപ്പിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ സ്നാനപ്പെട്ടവരെ കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 3-29 വാക്യത്തിൽ 27 മുതൽ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം, ക്രിസ്തുവിനോട് നാം ചേരുകയാണ്, അതിനായി നാം സ്നാനമേറ്റവരാണ്. അവിടെ ഇപ്രകാരം പറയുന്നു, അവർ ക്രിസ്തുവിനുള്ളവരാണ്. ക്രിസ്തുവിലേക്ക് സ്നാനപ്പെട്ടവർ ക്രിസ്തുവിലുള്ളവരാണ്. ശേഷമായിട്ട് ഇങ്ങനെ 3:29 പറയുകയാണ്, യേശു ക്രിസ്തുവിലുള്ളവരെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിലുള്ളവരെങ്കിൽ, സ്നാനത്താൽ നിങ്ങൾ യേശു ക്രിസ്തുവിനോട് ചേർന്നവരെങ്കിൽ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. പ്രൈസ് ഗോഡ്. ഈ രണ്ട് കാര്യമാണ് നാം അബ്രഹാമി സന്തതിയാകുന്നതിൻ്റെ തെളിവ്. ഒന്നാമത്തതാണ് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിലൂടെ അബ്രഹാമി വിശ്വാസം നമ്മുടെ മേൽ പകരപ്പെട്ടു. അബ്രഹാമി വിശ്വാസം പകരപ്പെട്ടപ്പോൾ മുതൽ ഞാൻ അബ്രഹാമി സന്തതി അഥവാ അബ്രഹാമിയ അനുഗ്രഹങ്ങളുടെ, വാഗ്ദത്തങ്ങളുടെ എല്ലാം നിവൃത്തീകരണം നമ്മിൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ ഗലാത്യ ലേഖനത്തിൽ 3-29 വാക്യത്തിൽ പറയുന്നു, സ്നാനത്തിലൂടെ നാം ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ ക്രിസ്തു അബ്രഹാമിയ സന്തതി ആയതുകൊണ്ട്, ക്രിസ്തു അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് ഞാൻ സ്നാനത്തിലൂടെ ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ യേശു ക്രിസ്തുവിന് അബ്രഹാമിലൂടെയുള്ള സകല അനുഗ്രഹത്തിനും വാഗ്ദത്വത്തിനും ഞാൻ അവകാശിയായി തീർന്നു. അങ്ങനെ പരിശുദ്ധാത്മ നിറവിലൂടെ, സ്നാനത്തിലൂടെ ഞാൻ അബ്രഹാമിൻ്റെ സകല അനുഗ്രഹത്തിനും അവകാശിയാണ് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ദൈവവചനത്തെ നമുക്ക് ധ്യാനിക്കാം. കർത്താവും പിതാവുമേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ഭാഗം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ ലളിതമായി ഞങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, അബ്രഹാമിൻ്റെ അനുഗ്രഹം പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തേശുവിൽ വിളിക്കപ്പെട്ട സകല പ്രിയപ്പെട്ടവർക്കും പകരപ്പെടുന്ന ദൈവിക പദ്ധതികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് ചേരുവാൻ സ്നാനമേറ്റതും, ഞങ്ങൾ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതും, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനോട് ദൈവം അറിയിച്ച സകല വാഗ്ദത്തങ്ങളും ഞങ്ങളിൽ നിവൃത്തിയായി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനാണെന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഞങ്ങൾക്കിന്ന് പകൽ തന്നതിനായി സ്തോത്രം.
ഈ ദൈവവചനത്തെ ധ്യാനിപ്പാനും ഇതിൻ്റെ വിടുതലുകൾ ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളിലും അനുഭവിപ്പാനും സ്വർഗം ഞങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി സ്തോത്രം. ഇതിൻ്റെ വചനത്തെ കേട്ട എല്ലാ ജനത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. മറ്റൊരു ദൈവവചന ഭാഗമായി നമുക്ക് വീണ്ടും കാണാം. ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു.